അതായത് ഇതൊരു കോൺട്രസെപ്റ്റീവ് ഡിവൈസ് ആണ്. പ്രഗ്നൻസിനെ പ്രിവെന്റ് ചെയ്യാൻ ലേഡീസ് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. യൂട്രസിനകത്ത് പ്ലേസ് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റെറൈൽ സ്ട്രക്ചറാണ് ഈ കോപ്പർ ടി എന്ന് പറയുന്നത്. കോപ്പർ വെച്ചാണ് ഉണ്ടാക്കുന്നത് ആൻഡ് ടി ഷേപ്പിലായിരിക്കും. സോ ഇത് യൂട്രസിനകത്ത് ഇരിക്കുമ്പോൾ ഒരു സ്പേമും എഗ്ഗും തമ്മിൽ മീറ്റ് ചെയ്ത് ഉണ്ടാവുന്ന എംബ്രിയോയ്ക്ക് വന്ന് ഇംപ്ലാന്റ് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഇത് പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യുന്നത്. പക്ഷേ അത് പൂർണ്ണമായിട്ട് പ്രിവെന്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിനൊരു ഫെയിലിയർ റേറ്റ് ഉണ്ട്. ചില ലേഡീസ് അത് ഇട്ടിട്ടും ചിലപ്പോൾ കൺസീവ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമുക്കത് ഉണ്ടെങ്കിൽ പോലും പീരിയഡ്സ് ഡിലേ ആയാൽ നമ്മൾ എപ്പോഴും ഒരു യൂറിൻ ചെക്ക് ചെയ്തിട്ട് പോസിറ്റീവ് ആണോ ഇല്ലയോ എന്ന് നോക്കണം. ആൻഡ് മിക്ക പ്രഗ്നൻസീസും ചിലപ്പോൾ എക്ടോപിക് ആവാം, അതായത് ട്യൂബിലുള്ള പ്രഗ്നൻസീസ് ആവാം. പിന്നെ ഒരു കാര്യം അറിയേണ്ടത്, നമ്മൾ ഈ കോപ്പർ ടി ഇട്ടത് കൊണ്ട് തന്നെ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിന് ഒരു പ്രൊട്ടക്ഷനും ഇല്ല. സോ കോൺട്രസെപ്റ്റീവ് ഡിവൈസ് ഓട്ടോമാറ്റിക്കലി സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിന് പ്രൊട്ടക്ഷൻ തരും എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. ചില കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് ലൈക്ക് കോണ്ടംസ് ഇതൊക്കെ മാത്രമേ നമുക്ക് അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ തരുന്നുള്ളൂ. ബട്ട് കോപ്പർ ടി ഇട്ടതുകൊണ്ട് അതിലൊരു പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഇല്ല. നമ്മൾ വീണ്ടും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കോണ്ടം തന്നെ യൂസ് ചെയ്യണം.